ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഓരോരോ ഡ്യൂട്ടികളിലേക്കായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സുട്ടപ്പയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് വൈകുന്നേരം. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഈ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ പണിയിലാണ്. ഇതേ മമ്മി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് നോക്കാം. ദിസ് ഇസ് മമ്മി. മമ്മി എന്താണോ ഉച്ചയ്ക്ക് സ്പെഷ്യൽ? ബീഫ് കൂട്ടിട്ട് വെച്ചു. പിന്നെ ബീഫ് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കുറച്ച് ചെറുതായിട്ട്. അത് വിജയട ചാത്തിന് ഫ്രൈ ഇഷ്ടമാണ്. അയ്യോ, എൻ്റെ അപ്പയുള്ള സ്നേഹം. ചെറിയൊരു പായസം. ഉച്ചയ്ക്കത്തെ മെനു അതൊക്കെയാണ് കേട്ടോ. ഇത് നമ്മുടെ കൂർക്കയും ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റൈലാണ് കൂർക്കയും ബീഫ് ഇട്ടിരിക്കുന്നത്. കോട്ടയത്ത് അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഇത് മീൻ കറിയുണ്ട്, ബ്രാല് കറിയാണ്. ഇത് മീൻ വറുത്തത്, അതിൻ്റെ തലയാണ് കേട്ടോ മേളിയിരിക്കുന്നത്. അതാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മീൻ കറിയൊക്കെ എല്ലാം ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ മമ്മി തലേ ദിവസം തന്നെ ഏകദേശമൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം മമ്മി മിക്സ് ചെയ്യുന്ന പരിപാടികളേ ഉള്ളൂ. ഞങ്ങൾ പെരുന്നാളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ പെരിഞ്ചേരിയിൽ നിന്ന് പിള്ളേരും അങ്കിളും ആൻറ്റി അമ്മച്ചി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുന്നത് ലിയെ ആനും കൂടെയാണ് കേട്ടോ. അവളുമാർ രണ്ടുപേരും കൂടെയാണ് കേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. കേക്കും ഡോനറ്റും അതിൻ്റെ ഇതെല്ലാം ഉണ്ട്, സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അവർ കേക്കൊക്കെ ആയിട്ട് വന്നു. അവർ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഉച്ചയാവാനായപ്പോഴത്തേക്ക് ഇതേ അമ്മയും അച്ചാച്ചനും എത്തിയിട്ടുണ്ട്. അവർ ഉച്ചയായപ്പോഴത്തേക്കുമാണ് എത്തിയത്. അവരും ഇറങ്ങായിച്ച് ലേറ്റ് ആയപ്പോൾ അവരും ഉച്ചയായപ്പോഴാണ് എത്തിയത്. അങ്ങനെ എത്തി അമ്മയോട് ഛർദ്ദിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് യാത്ര ചെയ്താൽ ഛർദ്ദിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ പേപ്പർ ഇട്ടിട്ടൊക്കെയാണ് നമുക്ക് അറിയിരിക്കുന്നതെന്നാണ് പറഞ്ഞാൽ. എനിക്കറിയില്ല, അത് സയൻറ്റിഫിക്കലി എവിടെയും പ്രൂവൺ അല്ലെങ്കിൽ അമ്മ അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം സ്റ്റേജൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. മേക്ക് മൈ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതിന്ന് നമ്മൾ റെൻറ്റിനെടുത്തേക്കാണ് പ്രോപ്പർട്ടീസൊക്കെ. സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആനുവലി എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോവുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇതാണ് അവിടെ നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ബലൂൺ വർക്ക് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുമാതിരി, ഞങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ ചേട്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ള എന്താണ് കറുത്ത കരിങ്ങൾ. ചേട്ടയെ എന്തൊക്കെയോ ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 3 പേരിരുന്ന് നല്ല കത്തി പരദൂഷണം പറയണം കേട്ടോ. അല്ല 3 കത്തി വേഷങ്ങൾ. നീ ഒന്ന് പോടി കൊച്ചേ, നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിന്റെ അസൂയാവും. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റേജൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഭംഗിയായി. ഈ പ്രോപ്പർട്ടീസൊക്കെ ആണെങ്കിലും പിന്നെ ബലൂൺസും ലൈറ്റും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും നമ്മൾ ചെയ്തതാണെന്നുള്ളൊരു ലുക്ക് തോന്നുകയില്ല കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പിലേക്ക് വന്നു. പിന്നെ അത് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതാണല്ലോ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതായത് നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കേക്കും എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്തു. എല്ലാം ഒരു ജംഗിൾ തീമായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം ചെയ്തിരുന്നത്. അത് ആ തീമിനനുസരിച്ചാണ് നമ്മൾ കൊടുത്തിരുന്നത്. അവർ മേക്ക് മൈ പാർട്ടിക്കാരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസും ഫ്ലെക്സും ഒക്കെയാണ് അവർ ചെയ്തത്. ഇത് അപ്പോൾ ഗസ്റ്റുകളൊക്കെ എത്തി. നമ്മൾ ഫംഗ്ഷൻ 7 മണിക്കാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും എല്ലാവരും എത്തിയപ്പോഴത്തേക്ക് 7:30 ആയി കേട്ടോ. അപ്പം നമ്മൾ ഇനി കേക്ക് മുറിക്കാനുള്ള പരിപാടികളിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തീമൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു, കളർ കോഡൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിൽ എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും കുറേയൊക്കെ പച്ച കളറായി വന്നു കേട്ടോ. എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഞാനും ചേട്ടൻ ഒരു ചിക്കു ഷെയ്ഡിലുള്ള ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ ഞാൻ ഓൾറെഡി ചിക്കു ഷെയ്ഡ് എടുത്തതുകൊണ്ട് ചേട്ടൻ എനിക്ക് മാച്ച് പോലെ എടുത്തു. പിന്നെ അവന് ഒരു കോസ്റ്റ്യൂമാണ്. ഞാൻ 3 ഷോപ്പിൽ കയറി കേട്ടോ അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആമ്പിള്ളേർക്ക് എത്ര കട കയറിയാലും ഇത് തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയിട്ട് വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് തന്നെ എടുത്തിട്ട് പോരുക ചെയ്തു. അപ്പോൾ ഇനി അവൻ്റെ എൻട്രിയാണ്. അവന് കാറിലാണ് കേട്ടോ എൻട്രി ചെയ്യുന്നത്. അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് എൻട്രി ആണ്. അതുപോലെ തന്നെ എല്ലാവരെയും ചെറിയ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കണ്ടെത്തുന്ന വ്യക്തി കളിച്ചു പൊട്ടുക ടൈഗർ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലപോലെ അവൻ സഹകരിച്ചു കേട്ടോ. ഞങ്ങളപ്പോൾ ഇന്നലെ അവനെ ഇതിൽ ഇരുത്തി ഒന്ന് വണ്ടി ഇങ്ങനെ ഓടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. കാരണം പെട്ടെന്ന് ഗിഫ്റ്റായിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവനിനി
ആദ്യം അതിൽ എൻട്രി കൊടുക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ അവൻ ഇനി ഇരുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തലേന്ന് തന്നെ ഒന്ന് അവന് പ്രാക്ടീസ് പോലെ വണ്ടിയിലിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചൊക്കെ ഒന്ന് ആളെ ഒന്ന് വണ്ടിയായിട്ടൊന്ന് സെറ്റാക്കി. പക്ഷേ എന്നാൽ പോലും പിറ്റേന്ന് ഇത്ര ആൾക്കാരും ലൈറ്റും കാര്യങ്ങളും മ്യൂസിക്കും എല്ലാം കൂടെ വരുമ്പോൾ ഇനി അവൻ കരയുമോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ആളത് മാനേജ് ചെയ്തു, കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ പിന്നെ ഒന്ന് വയലൻ്റ് ആയത്. കാരണം അപ്പോഴത്തേക്ക് ആൾ മടുത്തു, ഡ്രസ്സൊക്കെ ചെയ്ത് ചൂട് പറ്റില്ല അവന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയത്. അന്നേരത്തേക്കാണ് ആളൊന്ന് ചെറുതായിട്ടൊന്ന് ഇടയാൻ തുടങ്ങിയത്. അതുവരെ ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിനി കേക്ക് മുറിക്കാൻ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കേക്കൊക്കെ മുറിച്ച് ഞങ്ങളുടെ വേറൊരു വലിയ കൺസേൺ ആയിരുന്നു, കേക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന് കൊടുക്കേണ്ടതായതുകൊണ്ട് ഇനി അതിലെന്തൊക്കെയായിരിക്കും ചേർക്കുന്നത്, എങ്ങനെയായിരിക്കും ക്രീമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആനു ലിയയും കൂടെ എന്നാൽ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ തന്നെ ഒരു ജംഗിൾ തീം നമുക്ക് സെറ്റ് ചെയ്തും പോയി. അപ്പോൾ അതിനനുസരിച്ച് വേണം. അപ്പോൾ ഞങ്ങൾ പിൻട്രസ്റ്റിലൊക്കെ തപ്പി സിമ്പിളായിട്ട് പറ്റുന്ന പോലെ ഒരു ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് അതിനൊക്കെ എന്തായാലും. പക്ഷേ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. നമ്മൾ കേക്കും വാങ്ങിന് ഓൾറെഡി വേറെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫാമിലി ജസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത കേക്കാണ്. അവൻ ആദ്യം കേക്ക് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ മധുരം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല അവൻ. അവന് പൊതുവേ ഇച്ചിരി എരിവും ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് കേക്ക് കഴിച്ചു, പിന്നെ അവൻ അധികം കഴിച്ചില്ല കേക്ക്. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് അവന് കേക്ക് കൊടുക്കുകയാണ്. അവൻ്റെ അപ്പന്മാരും അമ്മമാരും പേപ്പന്മാരും മേമ്മമാരും വല്യപ്പന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ബീനമേമ കേക്ക് കൊടുക്കാൻ വന്നപ്പം അവന് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി. അങ്ങനെ പ്രോഗ്രാമൊക്കെ ഏകദേശം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തലേദിവസം വരെ നല്ല മഴയുണ്ടായിരുന്നു ഈ സമയത്ത്. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാം തീരാനായപ്പോഴത്തേക്കാണ് കേട്ടോ അന്ന് മഴ പെയ്തത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എന്തോ ഒരു കുറവുള്ള പോലെയാണ് നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ മഴയും പെയ്തില്ല, മഴ അങ്ങ് മാറിയിരുന്നു. പിന്നെ കഴിയാനായപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മഴ പെയ്തു. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളിലേക്ക് അങ്ങ് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മഴ പെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അല്ലെങ്കിൽ വരുന്നവരും എല്ലാവരും നനയുകയൊക്കെ ചെയ്യും. ആകെ ഒരു ഇതാണ്. എനിക്ക് പണ്ടേ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമ്പോൾ മഴയുള്ളത് ഇഷ്ടമല്ല. വെയിലാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം. പക്ഷേ മഴയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും നനഞ്ഞ് നമ്മളെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോകുന്ന പോലെ നമുക്ക് തോന്നും. പ്രോഗ്രാം പിന്നെ ഞാൻ തന്നെ കേട്ടോ ആങ്കർ ചെയ്തത്. ആങ്കറിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒത്തിരി പ്രോഗ്രാം ഷെഡ്യൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിങ്, പിന്നെ നമ്മളെല്ലാവരും തന്നെയാണ് ഓരോ പാട്ട് പാടാനൊക്കെ നിന്നത്. പിന്നെ ഞാൻ വന്ന എല്ലാവരോടും ഇങ്ങനെ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് ഒരു പ്രസംഗം കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് ഇങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആ സമയത്ത് എൻ്റെ ഒരു മെമ്മറി ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്തെടുത്തതാണ് സത്യത്തിൽ. കാരണം ഇതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് സത്യത്തിൽ കുറേ മെമ്മറീസ് ഉള്ള ഒരു മെമ്മറീസിൻ്റെ ഒരു എന്താണ് ഒരു കൂടാണെന്ന് പറയാം. കാരണം ഒരു 1 ഇയർ ജേർണി ഇവനെ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ പുതിയത് കാണുന്നു, ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു താങ്കിങ് നോട്ട് പോലെ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഇവരോട് ആരോടും പറഞ്ഞില്ല കേട്ടോ. പറഞ്ഞാൽ ചിലപ്പോൾ ഇവരെന്നെ കളിയാക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. സ്പോട്ടിൽ പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അന്നേരമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഒരു താങ്കിങ് നോട്ട് ഞാൻ ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ചോറും കറികളൊന്നും വെച്ചില്ല. പകരം നമ്മൾ പുലാവ്, ചിക്കൻ റോസ്റ്റ്, ചില്ലി പോർക്ക്, പിന്നെ സ്റ്റാർട്ടേഴ്സും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡെസേർട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സുട്ടപ്പൻ്റെ ബർത്ത്ഡേ അത്യാവശ്യം കളറാക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പറ്റി. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.